നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ദൈവസാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യമാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ പിതാവിനെ നോക്കി വിളിക്കണം, ആ പിതാവിനെ നോക്കി ജീവിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തന്ന ഈശോ അത് ശരിക്കും ജീവിതത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ പീഡാനുഭവത്തിൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആരംഭം, ഈ ഗത്സമൻ തോട്ടത്തിലെ ആ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈശോയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ശിഷ്യന്മാരെ ജനസമൂഹത്തേക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ, പിതാവിനെ തന്നെ നോക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈശോ ഗത്സമൻ തോട്ടത്തിൽ കടന്ന് ശരിക്കും ആ പ്രാർത്ഥന ജീവിക്കുന്നുണ്ട്. ഒരു അംഗം വെട്ടിട്ടുള്ളൊരു പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുട്ടിന്മേൽ നിന്ന് കിടന്ന് ഈ പാറമേലൊക്കെ വീണ് രക്തം വേർത്ത് അത്രയും തീവ്രമായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ 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 എന്ന് വിളിച്ച്. വേറെ ആരെയല്ല നോക്കുന്നത്. ശിഷ്യന്മാരോടൊക്കെ പോയി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഉണർന്നിരിക്കുക. പക്ഷെ അവരെ അല്ല ആശ്രയിക്കുന്നത്, അവരോടല്ല പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ആശ്രയം ആരിലേക്കാണ്? ഈശോ നോക്കുന്ന മുഴുവൻ പിതാവിലേക്കാണ്. നമ്മളെ കാണിച്ചു തരികയാണ് ആ പിതാവിനെ തന്നെ നോക്കുക. പിതാവിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പീലിപ്പോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും പിതാവിനെ കാണിച്ചു തരാമോ? ഈശോ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് പീലിപ്പോസെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. ഈശോയെ തന്നെ നോക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈശോയിൽ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്.